ഒരു രാജാവും രാജഭരണവും ഒരുപാട് കാലത്തേക്കില്ല എന്നതിനുള്ള തെളിവ് കൂടിയല്ലേ CJP. യുവാക്കൾ മുന്നിലേക്ക് വന്നു, ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് തൃശൂർക്കാരി വ്ളോഗ്സ് പറയുന്നു. 100%. ഒരു രാജാവും സ്ഥിരകാലത്തേക്കില്ല. പല രൂപത്തിൽ വരും ജനാധിപത്യത്തിൽ പ്രതിഷേധ മാർഗങ്ങൾ. നമ്മൾ ആരും കാണാത്തിടത്ത് നിന്ന് ഒരു പാർട്ടിയെ പോലെ അവർ പറന്നു വരും. സർവൈവർ സ്പീഷീസ് എന്ന് വിശേഷിപ്പിച്ച ഏതു പ്രതിസന്ധിയിലും തളരാതെ പോയ ചെറുപ്പക്കാർ, ജെൻസി പ്രക്ഷോഭം, അതിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. നമ്മൾ നേപ്പാളിലൊക്കെ കണ്ടതാണ്. വേണ്ടി വന്നാൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശേഷിയുണ്ട്. ശ്രീലങ്കയിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു. എവിടെ വേണമെങ്കിലും ജെൻസികൾക്ക് സംഘടിച്ചെത്താം. സോഷ്യൽ മീഡിയയാണ് അവരുടെ ആയുധം. അതുകൊണ്ടാണ് സർക്കാർ ആദ്യം വരുന്ന സമയത്ത് തന്നെ മെറ്റയിൽ നിന്ന് അവരുടെ അക്കൗണ്ട് നീക്കുന്നു, എക്സ് അക്കൗണ്ട് മരവിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ കൂടുതൽ ശക്തരായി തിരിച്ചു വരുന്നു. ഇപ്പോൾ ഇതാ BJPയേക്കാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു രൂപമായിട്ട്, ഒരു സംഘടനാ രൂപമായിട്ട് CJP മാറുന്നു എന്നുള്ളതാണ്. അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള പോളിസികളുണ്ട്. ഇതിനകം ഒരു ജെൻസിയുടെ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ നെഞ്ചിടിച്ചു തുടങ്ങിയിരിക്കുന്നു.